മീനാക്ഷി, എന്തോ ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ കപ്പിളിനെ പരിചയപ്പെടാൻ പോവാണ്. അവരെ എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ഫേമസ് ആയിട്ടുള്ള 2 പേരാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ വേണ്ടിട്ട് പോകുന്നത്. അവരുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് അതിൽ ഒത്തിരി ആഴമുണ്ട്, ഒത്തിരി അർത്ഥമുണ്ട്. നമുക്ക് ഏറെ സ്നേഹത്തോടെ ഇന്ന് ഈ അൻപോട് വാലന്റൈൻ്റെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം ജ്യോതിക ആൻഡ് യദു. റിക്കവറി ചാൻസ് ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. റിക്കവറി ചാൻസ് ഒന്നും ഇല്ലാന്ന് തന്നെ അവര് പറഞ്ഞത്. ഇരുണ്ട കാലത്തിന്റെ പൊയ്മുഖങ്ങൾ പേറുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതത്തെ ദുരിതത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് തള്ളിയിട്ട വിധിയുടെ ക്രൂര വിനോദത്തിനു മുന്നിൽ തനിച്ചാകാതെ പ്രണയത്തിന്റെ പനിനീർ പുഷ്പങ്ങൾ നൽകി പ്രതീക്ഷയുടെ പുതുകിരണങ്ങൾ യദുവിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന ജ്യോതിക. നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഫാമിലിയുടെ വാലന്റൈൻ ആഘോഷമായ അൻപോട് വാലന്റൈൻ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അയ്യേ, ഈ സാഡ് മുടങ്ങ് ഞങ്ങൾക്ക് സെറ്റ് ആവത്തില്ല. ഈ ട്രാക്ക് ഒന്ന് മാറ്റുമോ? അപ്പൊ പ്രേക്ഷകരെ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കപ്പിളാണ്. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അല്ലേ, കല്യാണത്തിലോട്ടുള്ള യാത്രയിലാണ്. യാത്രയിലേക്ക് ഇനി എത്ര ദൂരം? കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. എത്ര നാൾ കൂടെ വെയിറ്റ് ചെയ്യണോ ഇനി? കല്യാണം ഈ വർഷം തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ദാ ഇന്ന് ഫെബ്രുവരി 14th ആണ്. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ഈ ഒരു ദിവസം നിങ്ങൾക്ക് പ്രണയത്തെ കുറിച്ച് പറയാനുള്ളത്? പ്രണയം ഒരു നല്ല സാധനമാണ്, പക്ഷെ എല്ലാരും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ഏതോ അഡ്വഞ്ചറസ് റൈഡിലൊക്കെ കയറുന്നല്ല, ഒരു നല്ലൊരു സാധനമാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്നും അല്ല, അഡ്വഞ്ചറസ് റൈഡ് തന്നെയാണ്, പക്ഷെ നോക്കിക്കണ്ട് നമ്മൾ പ്രണയിക്കണം. ജഡ്ജസിനോട് എല്ലാവരോടും ആയിട്ടുമാണ്, ഇവർക്ക് ഒരു ഗംഭീര ലവ് സ്റ്റോറി, നിങ്ങളുടെ എല്ലാവരുടെയും ലവ് സ്റ്റോറി നമ്മൾ കേട്ടു. ഇവർക്ക് ഒരു ഗംഭീര ലവ് സ്റ്റോറി പറയാനുണ്ട്. ഇവരുടെ ആ കഥയൊന്ന് നമുക്ക് കേട്ടാലോ? അപ്പൊ ആര് പറയും? യദു പറയോ? അവള് പറയുന്നതായിരിക്കും ബെറ്റർ. ഞാൻ കഥ പറയാൻ ഇത്തിരി പുറകോട്ടോ. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ളൊരു ലവ് സ്റ്റോറി ഇല്ല. എങ്ങനെയൊക്കെയോ അങ്ങ് കണക്ട് ആയി പോയതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും കൃത്യമായിട്ട് ഓർമ്മയില്ല ഞങ്ങൾ എപ്പോഴാണ് പ്രണയിച്ച് തുടങ്ങിയെന്നുള്ളത്. ഞാനൊരു ചെറിയൊരു ബ്രോക്കർ ആയിരുന്നു ആദ്യം. വേറൊരാൾക്ക് ഇഷ്ടമായിരുന്നു, ആ പുള്ളിയുടെ ബ്രോക്കർ ആയിരുന്നു. അവസാനം ഞങ്ങൾ ഒന്നായി. അതെ, ബ്രോക്കറിന്റെ കയ്യിലായി ഞാൻ. എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? എവിടെ വെച്ചാണ്? നമ്മള് സ്കൂളിൽ ഒരുമിച്ചായിരുന്നു. സ്കൂളില് പഠിക്കുന്നതെല്ലാം ഒരുമിച്ചായിരുന്നു. 8ാം ക്ലാസ് മുതൽ +2 വരെ ഒരുമിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയത് +1 അപ്പോഴായിരുന്നു ഫ്രണ്ടിന് ഈ കുട്ടിയോട് ഇഷ്ടം. അതൊന്നും അങ്ങനെ പറയാൻ പറ്റിയ സാഹചര്യമല്ല. പറഞ്ഞിട്ടില്ല പുള്ളി ഇത് കാണുമ്പോൾ എന്താണ് ജ്യോതികയ്ക്ക് പ്രണയം തോന്നാൻ മാത്രം യദു അന്ന് പറഞ്ഞത്? അതായത് ഒന്ന് മറ്റേ ഹംസമായിട്ട് ചെന്നതാണ്. യൂഷ്വലി അറിയാമല്ലോ, എന്നെ കാണാൻ നല്ലതാണ്, പിന്നെ ലുക്കാണ്, അതൊക്കെ ഉണ്ട്. അത് മെയിൻ കോൺഫിഡൻസ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന്. പ്രത്യേകിച്ചൊന്നും ഇല്ല, അതുകൊണ്ട് അല്ല, ബാക്കി എല്ലാരും പുറകെ നടക്കുമല്ലോ. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്റെ പുറകെ അങ്ങനെ ശല്യപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അത് അവന് സെറ്റാക്കി കൊടുക്കാൻ മാത്രമേ ഞാൻ അവളുടെ പുറകെ നടന്നിട്ടുള്ളൂ. ആരായിരുന്നു? സിഗ്മയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ അങ്ങനെ ഒരാളുണ്ട്, സുസ്മിത. അങ്ങനെയാ സിഗ്മയാന്നാ പറയുന്നത്. പക്ഷെ 9 മണിയാകുമ്പോ രാത്രി റൊമാൻറ്റിക് പാട്ടുകൾ കേൾക്കാം, അത് സ്റ്റോറി ഇടാം. അല്ല, പ്രണയഗാനങ്ങൾ ആർക്കും കേൾക്കാലോ. നമുക്ക് പ്രണയിക്കാം, പൂവിനോട് പ്രണയിക്കാം, പ്രണയിക്കാം. പൂവും കാറ്റും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാറ്റ്, വെയില്. അപ്പൊ ഈ വാലന്റൈൻസ് ഡേയില് നമുക്ക് എന്തോ ഒരു പെർഫോമൻസ് നിങ്ങള് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു സ്പെഷ്യൽ എൻട്രി ഒക്കെ തന്ന് വരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് സ്പെഷ്യലാണോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് അറിയത്തില്ല. അല്ല, സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ, ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുന്ന ആളാണ്. അപ്പൊ 2 തമാശ പറയാലോ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് വലിയ. അല്ല, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. യദു പൊതുവെ ജ്യോതികയുടെ തമാശക്ക് ചിരിക്കാറുണ്ടോ? അവൻ ചിരിച്ചത് മാത്രമേ തമാശയായിട്ട് എടുക്കാറുള്ളൂ. ചിരിക്കാറുണ്ട്, പിന്നെ ചിരിച്ചു കൊടുക്കാറുണ്ടെന്നാണോ അതോ നല്ല സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. നല്ല തമാശക്കാരിയാണ്. ഇപ്പം ആസ് എ ഗേൾ ഫ്രണ്ട് എന്താണ് ഒരു ജ്യോതികയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ?
പറയട്ടെ, ഞാൻ ചോദിക്കുമ്പോഴേ പറയുന്നില്ല. പറയുന്നില്ലല്ലേ? ആഹാ, എന്നാ അതിപ്പോ അറിയണം നമുക്ക്. അല്ല, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഒരാൾ കൂടെ നിൽക്കണമെന്ന് പോലും ഇല്ല. അത് തന്നെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. സത്യം പറഞ്ഞ ഇതൊരു അവസ്ഥയായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. അതെ, അല്ല, അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നതിന്റെ ഒരു മെയിൻ ക്വാളിറ്റിയാണത്. പിന്നെ പിന്നെ പറയുവാണെങ്കിൽ ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടല്ലേ പ്രണയിച്ചതാ. ആസ് എ ബോയ് ഫ്രണ്ട് യദു ഈ കാര്യത്തിൽ അടിപൊളിയാണ്. നീ എന്താ സർവേ നടത്താണോ ഇവിടെ? അല്ല, നമുക്ക് സർ വാലന്റൈൻസ് ഡേ ആണല്ലോ, അപ്പൊ നമ്മൾ എന്ത് വേണം, എല്ലാവരുടെയും പ്രണയം എങ്ങനെയാണ്, പ്രണയത്തിന്റെ ഇവിടെ ജഡ്ജസ് ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു 10-42 വർഷമൊക്കെ ആയി. ഇപ്പൊ ഉണ്ണിച്ചാന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് 10-42 വർഷമായി. അവരുടെയൊക്കെ ഉള്ളിൽ പ്രണയം നിൽക്കുന്നതിന് ഓരോരുത്തരും ഓരോ റീസൺസ് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പ്രേക്ഷകർക്ക് ഒരു പ്രചോദനമാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ച 10-42-50 വർഷമൊക്കെ ഹാപ്പി ആയിട്ട് പോവാം എന്നുള്ളത് അല്ലേ? റിലേഷനിലാവാൻ പോകുന്നവരോട് എന്തെങ്കിലും ടിപ്പ് കൊടുക്കാനുണ്ടോ? ഒരിക്കലും ഇട്ടിട്ട് പോകരുത്. എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ വന്നാലും കൂടെ നിൽക്കുക മാക്സിമം, എന്താണെങ്കിലും. അപ്പൊ എന്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാലും കൂടെ നിൽക്കുക അല്ലേ? ഓക്കെ, കൂടെ നല്ല കട്ടക്ക് നിൽക്കുക അല്ലേ കുഞ്ഞ്? അതെ അതെ. കുഞ്ഞാന്നാണോ എന്നെ ഇട്ടിട്ട് പോകേണ്ട പല സാഹചര്യം വന്നിട്ടും ഇടാതെ പോയിട്ടുണ്ട്. എന്റെ മിസ്റ്റേക്ക് കൊണ്ട്. ഓക്കെ, അതെ ഇട്ടോണ്ട് പോണം കേട്ടോ, അല്ലേ എനിക്ക് പറ്റിയ പോലെ ഇവിടെ ഇക്ക ഇടാതെ പോയൊരു അത് വേറൊരു കഥ. അത് വേറെ കഥ, പഴയ കഥ, കുഞ്ഞിലെ കഥ. ശരി, അല്ല എന്താ കുഞ്ഞെന്നാണോ വിളിക്കുന്നത്? ഞാൻ കുഞ്ഞ, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ ഫസ്റ്റ് ബേബി അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അധികം ഇനി സംസാരിപ്പിച്ച് നീളിപ്പിക്കുന്നില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവരുടെ പെർഫോമൻസിലോട്ട് കിടക്കാണ്. നന്നായിട്ടുണ്ടായിരുന്നു, അടക്കം ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ അൻബോർഡ് വാലന്റൈൻ എന്ന് പറയുന്ന ഈ ഫ്ലോറിൽ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ, നിങ്ങളെ ഇവിടെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ നമ്മുടെ സീറ്റിൽ പോയിരുന്ന് എൻജോയ് ചെയ്തോളൂ. ആര്യ ആൻഡ് അഭിഷേക്, നിങ്ങൾ മറ്റേ പുതുമോടിയൊക്കെ ആയിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ്, ഹണിമൂൺ സ്റ്റേജിലാണ് ഇപ്പോഴും. അതെ, ഇവരുടെ പ്രേമത്തിന്റെ കാലയളവാണ് ഞങ്ങളുടെ പ്രായം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം ഒരു 3-4 മാസം കൊണ്ട്? നല്ല രസമുണ്ട് കേട്ടോ. 3-5 മാസത്തേക്ക് ഓക്കെയാണ്, നന്നായിട്ടുണ്ട്. അതെ അതെ, നമ്മള് കല്യാണം രജിസ്റ്റർ മാരേജാ ചെയ്തത്. അതായത് എന്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഇവന്റെ ചേട്ടൻ, അങ്ങനെ കുറച്ച് പേര് മാത്രമേ അറ്റൻഡ് ചെയ്തോളൂ. ഫാമിലി ആയിട്ടുള്ള മെമ്പേഴ്സ്. ക്ലോസ്ഡ് ഒന്നും പറയാൻ പറ്റില്ല, അവന്റെ അച്ഛനമ്മയും പോലും വന്നിട്ടില്ല. നമ്മള് പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടു, വീട്ടിൽ പോയി, അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും നിർബന്ധം ഉണ്ടായിരുന്ന കാര്യം, മുന്നേ ഡേറ്റ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് ഒരു മാറ്റവും കല്യാണം കഴിഞ്ഞാലും വരാൻ പാടില്ല. അതാണ് കൃത്യമായി ഒപ്പുവെച്ച സാധനം. ഇല്ല, അതുകൊണ്ട് നല്ല രസമുണ്ട്. അതുകൊണ്ടായിരിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞതല്ലേ. അഭിഷേക് നല്ല രസമുണ്ടോ? ആര്യക്ക് നല്ല രസമുണ്ടോ? നല്ല രസമുണ്ട്. ആര്യ കയ്യിൽ പിടിച്ചേക്ക രസമുണ്ടോ? ഈ കോസ്റ്റ്യൂമിന്റെ പിന്നിൽ ആരായിരുന്നു? ആര്യയുടെ ഐഡിയ ആയിരുന്നോ അതോ? എന്റെ ഐഡിയ ആയിരുന്നു. വാഴയില പോലെ രണ്ടുപേര്. ഭയങ്കര ഒരു ഗ്രീൻ ഫ്ലാഗ് ആയതുകൊണ്ടായിരിക്കും. ഗ്രീൻ ഫോറസ്റ്റ്. അതെ, അതുകൊണ്ട് മറ്റേ സിംബലൈസ് ചെയ്യാൻ വേണ്ടിട്ടോണ്ട് വന്നതാന്ന് തോന്നുന്നു. പച്ചപ്പയും ഹരിതാപയും. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുപോലെ ഡ്രസ് ഇട്ടിരിക്കുന്നത്. അഭിഷേക് ആദ്യമായിട്ടല്ലേ ഒരു റിയാലിറ്റി ഷോയിൽ വരുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ? അതെ, ആദ്യമായിട്ടാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണോ, ടെൻഷൻ ആണോ? ഒന്നുമില്ല. ഇങ്ങനെ കൊണ്ടുവന്നേ ഞാൻ. വായോ, ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ആണല്ലോ. ശരി അഭിഷേക്, ആര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? കല്യാണം കഴിഞ്ഞിട്ടും അത് അഭിഷേക് ഒത്തിരി അഡ്മയർ ചെയ്യുന്നുണ്ട്, ആ ക്വാളിറ്റി. അങ്ങനെ ഒന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? വളരെ അഡാപ്റ്റീവ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, ഐഡിയോളജീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്.
വളരെ അട്രാക്റ്റീവാണ്. അതാണ് കുറച്ചും കൂടി. എന്താ ഐഡിയോളജീസ് ആണോ അട്രാക്റ്റീവ് അതോ ആര്യ കാഴ്ചയിൽ അട്രാക്റ്റീവ്? രണ്ടും ഉണ്ട്. സേഫായി പഠിച്ചു വരുന്നേ ഉള്ളൂ, ഇത്ര എക്സ്പീരിയൻസ് ആയില്ല. സെയിം ഐഡിയോളജി ഒക്കെ തന്നെയാണോ രണ്ടുപേർക്കും, അതോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞാലും മനസ്സിലാവും. അത് വലിയൊരു ക്വാളിറ്റിയാണ്. അതെ, പിന്നെ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവാം, പക്ഷെ പരസ്പരം ആക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലേ ഇവരല്ലേ കൂട്ടത്തിൽ ഏറ്റവും പുതുമോടി ആയിട്ടുള്ള രണ്ടുപേര്. അപ്പൊ ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ അവർക്ക് മാത്രം എക്സ്ട്രാ സെലിബ്രേഷൻ വേണം, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അവിടെ ഇരുത്തേണ്ട ആൾക്കാരല്ല, ഇവിടെ ഒന്ന് ഡാൻസ് അടിപൊളി. കണ്ടോ, അങ്ങനെ നാണിച്ചൊന്നും ഇരിക്കലില്ല ഞാൻ. അയ്യോ, അങ്ങനെ ഒന്നും അല്ല. ദേ തുള്ളി തുള്ളി അല്ല, അത് ഇവര് ഫ്രണ്ട്സ് ആണല്ലോ. എനിക്ക് കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് മറ്റേ എല്ലാം കഴിഞ്ഞിട്ട് രണ്ട് അവിടെ പറ്റില്ല തുള്ളില്ലേ, എനിക്ക് അതാ പെട്ടെന്ന് ഓർമ്മ നിങ്ങളുടെ റൊമാൻറ്റിക് ഡാൻസ്. ഞങ്ങൾക്ക് അങ്ങനത്തെ സ്റ്റെപ്പുകളൊന്നും ഇല്ല കാര്യമായിട്ട്. മീനാക്ഷി അതിന് സ്റ്റെപ്പ് കാണിച്ചു തരും. മീനാക്ഷി അത് ശരിയാണല്ലോ. അല്ല, ഭയങ്കര ആ സ്റ്റെപ്പ് ഇവര് കാണിക്കും. നിങ്ങൾ ഇവർ രണ്ടുപേരും ശരിയാണല്ലോ. ഡെയിലി മീനാക്ഷിയും കൂടെ കാണിക്കും. എനിക്കല്ലെങ്കിൽ തന്നെ ചീത്ത പേരല്ലോ. അല്ല, ഇവർ രണ്ടുപേരും ഒരു രണ്ട് സ്റ്റെപ്പ് കാണിച്ചു തരും. അനാവശ്യ കാര്യങ്ങൾക്ക് വൻ സപ്പോർട്ടാണ്. കൈയടിക്ക് ഉറപ്പാരും കേട്ടില്ല. അടിപൊളി. ഇവര് ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് നാണം വന്നു, അതുകൊണ്ട് മുഴുവൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഒരു സ്റ്റേജ് മൊത്തത്തിൽ ഒറ്റയ്ക്ക് വേണം. രണ്ട് കപ്പിൾസും എന്തൊരു രസമായിട്ട് ഡാൻസ് ചെയ്ത്. രണ്ട് കപ്പിൾസ് നല്ല മാച്ചിങ് ആയിരുന്നു. ഓക്കെ, താങ്ക് ഞാൻ യു. റിയാക്ട് ചെയ്യില്ല. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിൽ നിന്നൊരു ശ്രീരാഗം.
പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമണയും ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടും ആശകൾ കാണുവാൻ മോഹമായി ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമണയും ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടും ആശകൾ കാണുവാൻ മോഹമായി പൂവിന്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോൽ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമെന്നും നീ അറിയൂ ആയിഷ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം മീനാക്ഷിയെ കാണുമ്പോൾ എനിക്കൊരു ഡയലോഗ് പറയണമെന്ന് തോന്നാണ്. എന്താ? വേലക്കാരി ആയിരുന്നാലും നീ നാഗവല്ലി അല്ല മോഹവല്ലി. ശരിയല്ലേ? ഇപ്പൊ ശരിയല്ലേ? എന്തിനോട്ടാ ഞാൻ കണക്ട് ചെയ്യണെന്ന് മനസ്സിലായോ? അതെന്താണ് സിനിമയിലെ എന്ത് സിറ്റുവേഷൻ ആണത്? വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീയൻ. എനിക്കിത് അറിയണം, എനിക്കിത് അറിഞ്ഞേ ഞാൻ അടങ്ങത്തുള്ളൂ. എന്റെ ഭാര്യയ്ക്ക് പ്രേമലേഖനം എഴുതി ആരാന്ന് ഞാൻ പോക്കും. എനിക്ക് അറിയണം എന്റെ ഭാര്യയ്ക്ക് പ്രേമലേഖനം എഴുതി കൊടുത്ത് ആരാന്ന്. നീ അല്ല, കാരണം ഇത് അക്ഷരം വെച്ചുള്ള കളിയാ. നിന്നെ കൊണ്ട് കൂടിയാ കൂടാൻ പറ്റത്തില്ല. മീനാക്ഷി ഒരിക്കലും എന്റെ ഭാര്യയ്ക്ക് ലവ് ലെറ്റർ കൊടുക്കത്തില്ല. ഇതിൽ ആരാന്ന് എനിക്കറിയണം ചേട്ടാ. ഞാൻ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളാ. എന്റെ വീട്ടിൽ നോക്കിയപ്പോ ഇത്രയും ലെറ്റർ കിടക്കുന്നു. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വീടായിരിക്കും പോസ്റ്റ് ഓഫീസ്, അതിനെക്കാട്ടിലും വലിയ ലെറ്റർ കിടക്കുക. പക്ഷെ ഇതാരാ എന്റെ ഭാര്യയ്ക്ക് എഴുതിയെന്ന് എനിക്ക് അറിയണം. ഈ ഫ്ലോറിൽ വെച്ച് ഇവിടെ വെച്ചാൽ എനിക്ക് അറിയണം എന്റെ ഭാര്യയ്ക്ക് ലവ് ലെറ്റർ കൊടുക്കാൻ ആരാന്ന് അറിയണം എനിക്ക്. കാര്യം പോലെല്ലാം വന്ന് ഞാൻ പറഞ്ഞിട്ട് പോയതാണോ? ആണോ? എല്ലാരും മൂളി കേൾക്കുകയും ചെയ്തു. എല്ലാരും ഇന്ന് ചിരിക്കുന്നുണ്ട്. അല്ലേലും അങ്ങനെ മറ്റൊരു വീട്ടില് എന്തൊരു ദുഃഖം നടന്നാലും അവർക്ക് കണ്ട് ആസ്വദിക്കാൻ നല്ല കഴിവാ. ആരാ ലെറ്റർ എഴുതിയത്? എനിക്കറിയണം ആരാ ലെറ്റർ എഴുതിയേ. എന്നോട് നിങ്ങൾ വീണെടുത്ത് കിടന്ന് ഉരുളുവൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ലെറ്റർ ഇത് ആരാ എഴുതിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല. പൊന്നു മീനാക്ഷി, എന്തുമാത്രം പ്രേമലേഖനമാണെന്നറിയാം ഇയാളുടെ പേരിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കുന്നത്. കള്ളം പറയരുത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രേമം 60-കാരനെ 18 വയസ്സുകാരനാക്കും. അത് പ്രേമമല്ല, ഡൈ. നിങ്ങൾ രാവിലെ ഡൈ എടുത്ത് അടിക്കുമ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടും കൽപ്പിച്ചല്ലേ ഞാൻ നോക്കിയത്. കല്യാണം കഴിച്ചിട്ടോ ഞാൻ പ്രണയിച്ചത്. എന്തുവാ വോയിസിൽ പോയപ്പോ ഞാൻ കേട്ടില്ല. എന്തുവായിരുന്നു? കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാ ഞാനൊന്ന് പ്രണയിച്ചത്. എനിക്ക് പ്രേമം തുടങ്ങിയത് ഞാൻ കേട്ടില്ല. കൊച്ചിൻകൂറിലെ സ്റ്റാർട്ടാണ്. കൊച്ചിൻകൂറില മോങ്ങടിയത് എന്തിനാ മോങ്ങിയ? ഏതവളാ? കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രേമലേഖനം അയച്ചത് ഏതവളാ? അത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പ്രണയിച്ചത് നിന്നെ. പിന്നെ നിങ്ങൾക്ക് എനിക്ക് ഈ ലെറ്റർ എഴുതേണ്ട കാര്യമുണ്ടോ? നേരിട്ടങ്ങ് പറഞ്ഞ പോലെ ഈ സദസ്സിൽ വന്ന് ആരോടെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ എഴുതിയല്ല, വേറെ ആരാണ്ട് എഴുതി. ആരാന്ന് പറ. ആരെഴുതിയെന്ന് പറ. എനിക്ക് ഇയാളെ വിശ്വാസം. ഒന്ന് പൊട്ടിച്ചു നോക്കിയാൽ അതല്ല ഇതൊന്ന് പൊട്ടിച്ചു നോക്കിയാൽ അറിയാം. എനിക്ക് ഇയാൾ അത്ര വിശ്വാസമില്ല. ഡെയിൻ വായിച്ചു നോക്കിയിട്ട് എന്നോട് പറയണം ഇയാൾക്ക് ആരാ ലെറ്റർ എഴുതിയെന്ന്. എന്നിട്ട് മീനാക്ഷിയുടെ കൈ കൊടുത്തില്ല. വായിക്കടാ പറഞ്ഞാ മതി കേട്ടോ. ഇവിടെ നിന്ന് ഉരുകാൻ വയ്യാത്തോണ്ട പറഞ്ഞാ മതി. പോട്ടെ, വന്നേരെ കേട്ടോ, വന്നേരെ. കാത്തു നിൽക്കുന്നില്ല ഞാൻ പറയുന്നത്. ഇല്ല, വിളിച്ചറിയിച്ചാ മതി. വെറുതെ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഇത് മൊത്തം ഇംഗ്ലീഷ് ആണല്ലോ. ഞാൻ പോട്ടെ. അത് ശരി. ഓ, സശില. ഉണ്ണിച്ചാട്ടന്റെ പേര് ഉണ്ണി വായിക്കാൻ പറ്റും എനിക്ക്. ഇത് ഉണ്ണിച്ചാട്ടൻ. ഉണ്ണിച്ചാട്ടനുള്ളതാ. ഉണ്ണിച്ചാട്ടന്റെ കത്ത്. ഉണ്ണിമേന ടു ഔസേ പച്ചൻ ടു മധു ബാലകൃഷ്ണൻ. ഇത് ഇവർക്കുള്ള കത്ത്. മധുചേട്ടന് ഒരു കത്ത് കിട്ടിയാൽ ഒരുപാട് സന്തോഷമാവും ഈ ഒരു നിമിഷം. സന്തോഷമാവും. ചേച്ചി പൊതുവെ കത്തൊക്കെ എഴുതി തരാറുള്ള ആളാണോ? ഇങ്ങനെ മ്യൂസിക്കിനായിട്ട് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ വല്ലപ്പോഴും? ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് അയച്ചിട്ടില്ല. അയക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ ഫോണിൽ മെസ്സേജ് അയക്കാറല്ലേ? പണ്ട് കല്യാണത്തിന് മുമ്പ് ഫോൺ ഞാൻ വീട്ടുകാരെ അറിയാതെ ഒരു ഫോൺ കൊടുത്തു. ഓക്കെ, എല്ലാം സേഫ് ആയിരുന്നു അവിടെ. കത്ത് എഴുതാൻ ഒരു രീതിയിലും നമ്മൾ ഒരു അവസരം ഒരുക്കിയിട്ടില്ല. ഇല്ല, എങ്കിലും സമയം എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടക്കണം. അപ്പൊ എന്തായാലും അവസരം തരാണ് കത്തിലൂടെ പ്രണയം അറിയിക്കാൻ. ചേച്ചി കത്തൊക്കെ എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും വേദിയിലേക്ക് കടന്നു വരൂ. നമുക്ക് ആ കത്ത് പെട്ടെന്ന് തന്നെ ചൂടോടെ പൊട്ടിച്ച് വായിക്കാം.
മധുചേട്ടാ, ചേച്ചി മധുചേട്ടന് വേണ്ടി എഴുതിയ കത്ത് കയ്യിലുണ്ട്. അപ്പൊ ചേച്ചി ഇതൊക്കെ അപ്പൊ സംഭവിച്ചു. അതൊക്കെ സംഭവിച്ചു. ചേച്ചിക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? മീനാക്ഷി വായിക്കാവോ? ഞാനോ? അല്ല, ചേച്ചിയുടെ ആ ഇമോഷനിൽ ചേച്ചി എഴുതിയതല്ലേ, അതേ ഇമോഷനിൽ വായിച്ചു. കുറച്ച് വിറച്ചാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ, വായിച്ചോളാം. ഞാൻ എഴുതിയതല്ലേ, ഞാൻ തന്നെ വായിക്കും. ഇത് മാറ്റിയിട്ട് വേറെ വേണ്ട വേണ്ട വേണ്ട, എന്താണോ എഴുതിയത് അത് തന്നെ വായിക്കണം. എല്ലാ ആവശ്യം ഇത് മധുചേട്ടൻ മാത്രം വായിക്കുള്ളൂ എന്ന് വിചാരിച്ചു അല്ലേ? അയ്യോ, സോ ക്യൂട്ട്. ചേച്ചി ധൈര്യം. അയ്യോ, തനിക്കെന്തോ താഴെ ഇത് വായിക്കാൻ പറ്റുന്നില്ലേ? ഈ കത്ത് ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആവുമെന്ന് വിചാരിച്ചില്ല. ദിവ്യ എന്നാ ആദ്യത്തെ മാത്രം മാറ്റിക്കോ. അയ്യോ, അതാണ് ചേച്ചി ഹൈലൈറ്റ്. അത് മാത്രം പറയൂ. വായിക്കാൻ സമയങ്ങൾ എന്നാ മധുചേട്ടൻ വായിച്ചോ. എന്നാ ഒരു വെറൈറ്റി. മധുചേട്ടനുള്ള കത്ത് മധുചേട്ടൻ തന്നെ വായിക്കണോ? വായിച്ചോ. ഞാൻ വായിച്ചാ മതി ഒന്ന്. വേണ്ട, നീ വായിക്കണ്ട. വൃത്തിയായിട്ട ശബ്ദത്തിൽ കത്ത് കേൾക്കണ്ട. മീനാക്ഷി വായിച്ചോ. മാത്രം മാറ്റി. എന്റെ കുട്ടുവിന് മധുരമായ ജീവിതമേകിയ എത്രയോ മധുരമായ രാഗങ്ങൾ കോർത്ത് മധുര മനോഹര ഗാനമാക്കിയ എന്റെ സ്വന്തം കുട്ടുവിനോട് എന്നുമെന്നും തീരാത്ത സ്നേഹം മാത്രം. സ്നേഹസാന്ദ്രമായ ആ ഹൃദയം അറിയാനും കരുതലോടെ ആ സമീപനം എന്നും അനുഭവിക്കാനും മന്ദാര പൂമൂളി എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി, ചെന്താർമഴി പോലുള്ള പ്രേമഗാനങ്ങൾ ഒട്ടുമേ മധുരിമ ചോരാതെ എല്ലാ അർത്ഥങ്ങളിലും എനിക്ക് മാത്രമായി കേൾക്കുവാനും സാധിക്കുന്നതിന് ഈശ്വരനോട് എന്നും നന്ദി മാത്രം. ഏറെ സ്നേഹത്തോടെ കുട്ടുവിന്റെ മാത്രം കുഞ്ഞു. നാടകം പോലെ. ഇതിലും ചേച്ചി വായിച്ചാ മതിയായിരുന്നു. ഇവളിച്ചിരി ഇമോഷൻസ് കൂടുതലിട്ടു ഇല്ല ചേച്ചി? ദിവ്യ പാട്ട് എഴുതാറുണ്ട്. അത് ഇങ്ങനെ ഈ ലെറ്റർ ഇങ്ങനെ എഴുതുന്നു ഞാൻ വിചാരിച്ചില്ല. കുട്ടുവിന്റെ സ്വന്തം നല്ല കവിതയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, കവിതയോ? കാവ്യാത്മകമായിരുന്നു. അതെ. എനിക്ക് ഭാഗ്യം ലഭിച്ചതിന് ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നു. ഇതേപോലെ എഴുതി പെട്ടു എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഇല്ലല്ലോ. ഓക്കെ, എന്താണ് ഈ കത്തിക്ക് കത്തിക്കോ ഈ കത്തിന് റിപ്ലൈ കൊടുക്കാനുള്ളത്? ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ദിവ്യയുടെ ഇതുവരെ കത്ത് കിട്ടാണ്ട് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയപ്പോഴേ ഇനി മേലാൽ നേരത്തെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ എന്നെ ഇത്രയും വർഷങ്ങളായിട്ട് 24 വർഷങ്ങളായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരുത്തം കെട്ട എന്നെ പല രീതിയിലും ഇത്രയൊക്കെ സഹിച്ച് ഇതുപോലെ ഒരുമിച്ച് ഈ നമ്മുടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. എന്നാ ഒരു 2 പൂക്കളോടി നമുക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്താലോ? റെഡി? ഇതെന്താ നിങ്ങൾ രണ്ടുപേരും കൈ നിറയെ ഗിഫ്റ്റുകൾ. ഇത് തഴപ്പായാന്ന് തോന്നുന്നു ചുറ്റിക്കൊണ്ട്. ആദ്യം പൂക്കളൊന്ന് കൈമാറിക്കോളൂ. ഇനിയും എന്റെ ജീവിതത്തിൽ എന്റെ അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ ഇത്ര ചമ്മി നാറി നിൽക്കുന്ന ഒരു അവസരത്തിൽ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? മധുചേട്ടൻ ഇത്രയും നാണം വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ വേദിയില്. കുട്ടുവിന്റെ കുഞ്ഞു മധു പാടിയ പാട്ടുകളെല്ലാം കോർത്തിണക്കി ഇങ്ങനൊരു കത്ത് ആര് തരും? ആര് തരും? ഇനി ആര് തരും? ദിവ്യ തരും. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും മധുചേട്ടനെ കുറിച്ച് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഫാമിലി അല്ല, ജിഞ്ചു ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഫാമിലിയെയും ഒരേപോലെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരാൾ. അപ്പോൾ മധുചേട്ടൻ ഞങ്ങളുടെ ഫാമിലിയുടെ ഏറ്റവും ടഫ് ടൈംസിൽ പോലും എപ്പോഴും മധുചേട്ടൻ എന്ന വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പം അത്രയും ഏറ്റവും വലിയൊരു പില്ലർ ഓഫ് സപ്പോർട്ട്. പിന്നെ മധുചേട്ടൻ എന്ന് പറയുമ്പം ഒരു തണൽ. അതൊക്കെയാണ് മധുചേട്ടനെ കുറിച്ച് പറയാനുള്ളത്. ഒരു വൻ മരമാണ്. അതെ. പിന്നെ പറയാനുള്ളതൊക്കെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ പബ്ലിക്കായിട്ട് വായിക്കുന്നത്. എന്നോട് പറഞ്ഞത് വീട്ടിൽ വിളിക്കുന്ന പേര് വെച്ച് എഴുതണം. ഇവിടെയുള്ളവരൊക്കെ ചതിച്ചതാ. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു മധുചേട്ടന്റെ വാമഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഇവിടെ ഒരു ഉമ്മയ്ക്കൊരു ചാൻസ്. ഞാൻ ഉമ്മ കൊടുത്ത് 2 കവളും കുഴിഞ്ഞിരിക്കണത്.
ഇതാ ആ പുഷ്പം സ്വീകരിക്കൂ. ലേറ്റ് ആയല്ലോ. താങ്ക് യു. ഇനി ആ ഗ്യാസ് കുറ്റി ഒന്ന് പൊട്ടിച്ചു അതെ, ഗ്യാസ് കുറ്റിക്ക് മുമ്പ് ഇത് ഇത് കവർ. ഓക്കെ, ഇത് കല്യാണത്തിന് മുമ്പ് ഞാൻ കൊടുത്തതാ. ഏത് ഈ സെയിമോ? ആദ്യമായിട്ട് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് അത്. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മിടുക്കിയാണ്, ഭയങ്കര സൂക്ഷ്മതയാണ് എല്ലാത്തിനും. ഈ സൂക്ഷ്മത കാരണം കൂടി ചിലപ്പോൾ അത് അന്വേഷിച്ചാൽ കിട്ടാറുമില്ല. അത് എവിടെ സൂക്ഷിച്ചെന്ന് ദിവ്യക്ക് ഓർമ്മയില്ല. എവിടെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എവിടാന്ന് അറിഞ്ഞൂടാ. ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതെ, അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഒരു സാധനമാണ് ഇത്. ഇതാണോ അത്? ചേച്ചി വാങ്ങിച്ചോ? അപ്പൊ ഈ പാവയ്ക്ക് എത്ര വയസ്സ് കാണും? 25. ഓ, 25 വയസ്സുള്ള പാവയാണ്. ഇനി ചേട്ടാ, ഇതെന്താണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തൊക്കെയോ തോന്നുന്നു. ഞങ്ങള് വാലന്റൈൻസ് ഡേ അങ്ങനെ ആഘോഷിക്കാറില്ല, അതാണ് സത്യമാണ്. ഞങ്ങൾ ആഘോഷിക്കുന്നത് ഒന്ന് വെഡിങ് ആനിവേഴ്സറി, പിന്നെ ബർത്ത്ഡേസ്. ഇതാണ് ഞങ്ങൾ മെയിനായിട്ട് ആഘോഷിക്കാറ്. എന്നാൽ ഇപ്രാവശ്യത്തേക്ക് ഒരു ഗിഫ്റ്റ്. പ്രസവം എടുക്കുന്ന പോലെയാണ്. അയ്യോ, പ്രസവം എടുക്കണ പോലെ ആദ്യം കാലം. ഓക്കെ, അപ്പൊ ആ ബണ്ണിയുടെ ഓർമ്മയ്ക്ക് പുതിയൊരു ബണ്ണി വാലന്റൈൻസ് ഡേക്ക്. സോഫ്റ്റ് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണോ ചേച്ചിക്ക്? ഇഷ്ടല്ലേ? സോഫ്റ്റ് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതാണല്ലോ കുട്ടു കുഞ്ഞു. ഓക്കെ, ഇനി ചേച്ചിയുടെ നല്ല കനത്തിലുള്ള ഗിഫ്റ്റാ. മധുചേട്ടന് ഞാൻ ആദ്യമായിട്ട് ഗിഫ്റ്റ് ചെയ്തത് ശരിക്കും 9 റെഡ് റോസസിന്റെ ഒരു ബൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 9 റെഡ് റോസസിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് ശരിക്കും സിമ്പിൾ ഓഫ് ലവ്, എറ്റേണിറ്റി. നീ എന്താ സിംഗിൾ ആയിട്ട് നടക്കണേന്ന് ചോദിച്ചില്ലേ? ഇതാ കേട്ടാ. ഇതിനൊക്കെ അർത്ഥം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? കുറച്ച് പൂവങ്ങൾ കെട്ടി വെച്ച് കൊടുക്കും, അത്രയല്ലേ. 9 റോസ് ആണെന്ന് തന്നെ നോക്കൂ മീനാക്ഷി. 9 ഉണ്ട്. 9 ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ നിലവറ തുറന്നിട്ടുള്ളൂ. ഞാനിങ്ങനെ മധുചേട്ടൻ നേരത്തെ പറയുന്ന പോലെ ഒരു ഇമാജിനറി വേൾഡിലാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാർഡ്സ്, അതിലുള്ള വേർഡ്സ് അത് മാർക്ക് ചെയ്യുക, അങ്ങനെ കൊടുക്കുക, അതൊക്കെ പണ്ടേ ഉള്ളൊരു ശീലമാണ്. ഞാൻ എല്ലാ വർഷവും മധുചേട്ടൻ ഇതുപോലെ ആർച്ചീസ് കാർഡ് വാങ്ങിച്ച് എല്ലാ വർഷവും ഓരോരോ മൊമെന്റ്സിലും കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് 2 കാർഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ മധുചേട്ടൻ അറിയാൻ അതിൽ എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതാണ്. അല്ല, അത് തുറന്നു കാണിക്ക് ഞങ്ങളെ. മറ്റേ ലെറ്റർ വായിച്ചു കഴിഞ്ഞിട്ട് പേടിയാവുന്നു ചേച്ചിക്ക് തുറക്കാൻ. യു മേക്ക് മൈ ഹാർട്ട് സിംഗ്. The closer we become, the more I realize how lucky I am to have you in my life. So much fun to be with you, and I always look forward to spend time together whenever possible. It doesn't matter what we are doing as long as I'm with you. ഇത് കാർഡുകാര് പ്രിന്റ് ചെയ്തതാട്ടോ. നിന്റെ വായിലൊക്കെ കണ്ടപ്പോ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് പറയാനുള്ളത്. Sweetheart, I love that even when life isn't perfect, we are perfect for each other. Come on. Life isn't perfect. And every day, in every way, I love being with us with you. Aha, being us with you. എന്തൊരു അർത്ഥവത്തായ വരികൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതോ ചെറുക്കനും പെണ്ണൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. Luckiest day of my life was the day I met you. ഇനി രണ്ടാമത്തെ, love feels so right with you. അർത്ഥവത്തായ 5-6 വരികൾ. എനിക്ക് ഈ മാസമാണ് ഇഷ്ടപ്പെട്ടത്. I love that even when life isn't perfect, we are perfect for each other. Come on. എനിക്ക് അതാണ് ചേച്ചി ഇഷ്ടമായത്. ഞാൻ അങ്ങനെ ജീവിതത്തെ കാണുന്നത്. ഒന്നും ശരിയല്ലെങ്കിലും ഞാൻ ശരിയായി. ആ വാക്കുകൾക്ക് ഇത്ര അധികം അർത്ഥം ഉണ്ടായിരുന്നു. ഓക്കെ, അതവന് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഇതെന്താ? ഞാനെന്താണല്ലേ? ഓക്കെ, ഇങ്ങനെ എപ്പോഴെങ്കിലും സൈക്കിളിൽ ഇരുന്നുണ്ടോ രണ്ടുപേരും? പിന്നെ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചൊരു സാങ്കല്പിക ബൈക്കിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. അതെ, ഈ ഒരു ചെറിയ പെട്ടി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പിടിക്കാൻ കഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഇതാണ്. ഇത് എന്റെ ആണല്ലേ? ഓക്കെ, സോറി, ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. അത് ചേട്ടൻ അങ്ങോട്ട് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആയിരുന്നു. എന്നെ ഇവിടുന്ന് കണ്ട ഇപ്പോ പാവയൊക്കെ വെക്കാനായിട്ട് വഴി. ഗിഫ്റ്റില് വരെ സംഗീതം. ഇതും ഞാൻ കല്യാണത്തിന് മുമ്പ് ഇതൊരു സംഭവം കൊടുത്തായിരുന്നു. ആ ഒരു ഓർമ്മയ്ക്കാണ്.
ഓക്കേ. So nice. ഇനി ഇവരുടെ ഒരു റാം വാക്ക്. എന്നാ സ്റ്റൈല്, എന്നാ ഡ്രസ്. റാംബോക്ക് നടക്കാൻ പറഞ്ഞപ്പോ ഒരു ജയിലൊക്കെ കയറിയില്ല പെട്ടത്. നെഞ്ചുരിച്ച് നടക്കണ്ടേ? അപ്പൊ എന്തായാലും മത്സേട്ടാ ചേച്ചി ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു February 14th നമ്മളിങ്ങനെ ആഘോഷിച്ചു വരികയാണ്. അപ്പൊ നിങ്ങളുടെ കഥകളും നിങ്ങളുടെ ഓർമ്മകളൊക്കെ കേട്ട് നമ്മുടെ സന്തോഷം ഇരട്ടിയായി. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനി നമ്മളൊരു കിടലൻ പെർഫോമൻസിലോട്ട് കിടക്കാണ്. ആളെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു എവർഗ്രീൻ സിംഗർ ആണ്. എവർഗ്രീൻ സിംഗർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എവർഗ്രീൻ ഇൻ ലുക്സ്. അദ്ദേഹത്തിന്റെ ഗാനത്തിൽ മാത്രമല്ല, അതായത് അദ്ദേഹത്തിന്റെ ലുക്കിലും, അതെ, എല്ലാത്തിലും യങ് ആണ്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഉണ്ണിച്ചേട്ടൻ. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും രാമേഘം പോൽ വിൺതാരം പോൽ നീ എന്തേ അകലെ നിൽപ്പൂ കാതരേ നിൻ ചുണ്ടിലെ സന്ധ്യയിൽ അലിഞ്ഞിടാം പിരിയും ചന്ദ്രലേഖയെന്തിനോ നിന്നോർത്തു ഞാൻ മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും മഞ്ഞിലേ വെയിൽ നാളം പോൽ നിൻ കണ്ണിലെൻ ചുംബനം തൂവലായി പൊഴിഞ്ഞൊരി ആർദ്രമാം നിലാക്കുളിർ അണയും ഞാറ്റുവേലയെന്തിനോ ഒരു മാത്ര കാത്തെന്നോർത്തു ഞാൻ മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർത്തുള്ളികൾ നിൻ
തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും. അപ്പോ ബിനി ചേച്ചി, കൃഷ്ണേട്ടാ, ഈ റോസാപ്പൂ കണ്ടപ്പോ എന്താണ് ദേ മാറിപ്പോകുന്നത്? റോസാപ്പൂ കണ്ടപ്പോ ചെറിയൊരു പരിപാടി. ദാ, ഈ പൂ പിടിച്ചോളൂ. പിടിച്ചു. ബിന്നി ചേച്ചിക്ക് കൊടുക്ക. ബിന്നി ചേച്ചിയുടെ കയ്യിലുള്ള പൂവ് കൃഷ്ണേട്ടന് കൊടുക്ക. എന്നിട്ട് രണ്ടുപേരും പരസ്പരം അഡ്മയർ ചെയ്ത് എന്തെങ്കിലും പറയാ, പൂക്കൾ കൈമാറാം. അത്രേ ഉള്ളൂ. മ്യൂസീഷ്യനായിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചതെങ്കിലും അതിനുശേഷമുള്ള ആ ഒരു ഈഗോ, രണ്ട് പാട്ടുകാർ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ ഈഗോ വരും, അങ്ങനെയൊന്നും ഇല്ലാതെ കർണാട്ടിക് അതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എപ്പോഴും ഇന്നത് പഠിക്കൂ, ഇതെല്ലാം പറഞ്ഞ് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, അതെല്ലാം ഞാൻ കൃഷ്ണനെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമായിട്ടാണ് അത് സാധ്യമായത്. കർണാടക സംഗീതം കപ്പിളായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇന്ത്യയിൽ നമ്മൾ മാത്രമേ പാടുന്നുണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ഫുൾ അതിന് റീസൺ, അതിന് ധൈര്യം തന്നതെല്ലാം അദ്ദേഹമാണ്. ഞാനാണേലും എൻ്റെ വീട്ടിൽ ശിവാംഗി ആണേലും എൻ്റെ മക്കൾ വിനായകാണേലും എല്ലാവരും നമ്മളുടെ ഒരു എന്താ പറയുക മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയണത് എപ്പോഴും പറയും അത് കൃഷ്ണനാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഒരു സന്തോഷമായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഐ ലവ് യു സോ മച്ച്. ഹസ്ബൻഡ് വൈഫ് എന്നുള്ളതിനേക്കാൾ ഒരു വൈഫാവും മദറാവും ബാക്കി എല്ലാവർക്കും ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടാവും, പല പല രൂപങ്ങൾ. സോ ഇത്രയും വർഷങ്ങൾ എനിക്ക് കുറേ ഡിഫിക്കൽട്ട് ടൈംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സഹിച്ച് എൻ്റെ കൂടെ ഒരു മദറെ പോലെ, ഒരു വൈഫിനെ പോലെ, ഒരു ഫ്രണ്ടിനെ പോലെ ഇനി അങ്ങോട്ട് എത്ര വർഷങ്ങൾ എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹവും. സംഗീതം നമ്മൾ ഒരേ കാര്യത്തിനെ സ്നേഹിച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിസമാണ് ഈ പ്രണയം. സോ ഒരേപോലത്തെ സംഗീതത്തെ ആസ്വദിക്കുകയും ഒരേപോലത്തെ സംഗീതം ഒരുമിച്ച് പാടുകയും ഞങ്ങളുടെ ഓരോ കച്ചേരിയും സ്റ്റേജിലെ ഒരു പ്രണയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു രാഗം പാടുമ്പോഴും നെക്സ്റ്റ് ഫ്രേസ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് അപ്പോൾ വരും, അത് വരും. അതാണ് ഈ പ്രണയത്തിൻ്റെ ഒരു ശക്തി. സോ എന്താ പറയണ്ടേ, വാക്കുകളില്ല. രണ്ടുപേരോടും കൂടിയിട്ട് പഴയ ഒരു കാര്യമാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം. അത് ബിന്നിക്ക് അറിയോന്ന് അറിയില്ല, കൃഷ്ണനെ അറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ സംഭവിച്ചതെന്നറിയാം. ഒരു ദിവസം കൃഷ്ണനും ബിന്നിയും കൂടി എന്നെ കാണാൻ വരുന്നു. അതെ, ചെന്നൈയിൽ ഫസ്റ്റ്. അപ്പോൾ സംഭവിച്ച ഒരു കാര്യം, ആക്ച്വലി ഇവരുടെ പൊരുത്തത്തിനെ കുറിച്ചും വിട്ടുകൊടുക്കലിനെ കുറിച്ചും ഇവരുടെ ആ സ്നേഹത്തിന്റെ ആധിക്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പരസ്പരം ഇവരുടെ ബഹുമാനം. ആക്ച്വലി ബിന്നി വരുന്നത് കൃഷ്ണനെ എന്നെ പരിചയപ്പെടുത്താനും കൃഷ്ണനെ പ്രൊമോട്ട് ചെയ്യാനുമാണ്. അത് കൃഷ്ണൻ അറിഞ്ഞിട്ടും വന്നപ്പോൾ കൃഷ്ണൻ എന്താണ് ചെയ്തത്? ബിന്നിയെ പരിചയപ്പെടുത്തി ബിന്നിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ ബിന്നിയെ കൊണ്ട് പാട്ടും പാടിപ്പിച്ചു. ഞങ്ങൾ വന്ന ആ കാലഘട്ടത്തിൽ അപ്പൊ ഞാൻ സിംഗറാണെന്ന് ആരോടും പറയണ്ട, കാരണം ചെന്നൈയിലല്ലേ, അപ്പം സാറിനും അറിയില്ലല്ലോ നമ്മളെ. അപ്പൊ പലയിടത്തും ഞാൻ സിംഗർ എപ്പോഴും പറഞ്ഞു വിടും, കൃഷ്ണന്റെ കൂടെ ഞാൻ വരുന്നു, ഞാൻ പാട്ട് പാടുന്നു പറയരുത്. പക്ഷേ കൃഷ്ണൻ അത് മുഴുവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഞാൻ രണ്ടുപേർക്കും മാർക്ക് ഇടാൻ പറഞ്ഞ ഒരു മാർക്ക് കൂടുതൽ കൃഷ്ണന് കൊടുക്കും. കുഴപ്പമില്ലല്ലോ, സന്തോഷം. അപ്പൊ നമ്മളിതാ റോസാപ്പൂവൊക്കെ കൊടുത്തു, രണ്ടുപേരും ഉള്ളു തുറന്ന് സംസാരിച്ചു, കൃഷ്ണന്റെ വക ഒരു ഉമ്മ കിട്ടി, ആഗ്രഹം സഫലമായി. അതെ, ഇനി നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കടക്കുകയാണ്. ഒരു ഗിഫ്റ്റ് കൈമാറൽ. രണ്ടുപേരും ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിരുന്നില്ലേ? വാങ്ങി. ഇനി ഗിഫ്റ്റ് എക്സ്ചേഞ്ച്. ചേട്ടന്റെ ഗിഫ്റ്റ്. ഞങ്ങളുടെ 27ാമത്തെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ആഴ്ചയായിരുന്നു, ജാനുവരി 24. സോ അന്ന് ഞാൻ ഇത് കൊടുക്കാനായിട്ട് വെച്ചപ്പോഴാണ് ഫ്ലവേഴ്സ് എന്ന് ഈ ഒരു വിളി വന്നത്. സോ പോസ്റ്റ്പോണിങ് സർട്ടൻ തിങ്സ് ക്യാൻ ഇൻക്രീസ് ദി വാല്യൂ. അപ്പം അങ്ങനെ ഞാനത് അന്ന് കൊടുക്കാതെ ഇന്ന് കൊടുക്കാം, ഇപ്പൊ കൊടുക്കാം. അതെ, ഈ ഗിഫ്റ്റ് വാങ്ങി വെച്ച ഗിഫ്റ്റ് സൂക്ഷിച്ചു വെച്ചു. അതെ അതെ, കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണിത്. ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു.
നോക്കട്ടെ. ഓക്കെ. ഇങ്ങനെയുള്ള അനുഭവമൊക്കെ എത്രയോ കച്ചേരികൾ പാടിയിട്ടുണ്ട്, എത്രയോ ഇതുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു ടെൻഷനാണ് ഇപ്പൊ. എനിക്ക് ഈ കൃഷ്ണന്റെ കയ്യിൽ ഈ ആനവള എപ്പോഴും കിടക്കുമ്പോ എനിക്ക് ആനവള ഇത് ആണുങ്ങൾക്ക് ഇടാനുള്ള. അപ്പൊ എപ്പോഴും പറയും നീ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, അറ്റത്ത് ഇങ്ങനെ വലിയ ഉണ്ടൊക്കെ ഉള്ള. അപ്പൊ എല്ലാരും പറയാം അത് ആണുങ്ങളുടെ ഡിസൈൻ ആണ് അങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം. ഈ ഡ്രസ്സും ആ സ്റ്റോണും. താങ്ക് യു, താങ്ക് യു. അയ്യോ, പക്ഷെ എന്റെ ഗിഫ്റ്റ് ഇത്ര വലിയ ഗംഭീര ഇതൊന്നും അല്ല. അത് കൃഷ്ണന് അമെത്തിസ്റ്റ് ഇങ്ങനത്തെ സ്റ്റോൺസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ മാലകൾ ഭയങ്കര ഇഷ്ടമുള്ള കരിങ്കാളി മാല അങ്ങനെയൊക്കെ ഇടും വീട്ടില്. അതിന്റെ അങ്ങനെ ഞാൻ മേടിച്ചതാണ് അമെത്തിസ്റ്റിന്റെ മാല. എന്താ അമെത്തിസ്റ്റ്? ഞാൻ ആഗ്രഹിച്ച ഒരു സ്റ്റോൺ ആയിരുന്നത്. പക്ഷെ കണ്ടപ്പോ എനിക്ക് മേടിക്കാൻ പറ്റിയില്ല പല സന്ദർഭങ്ങളില്. നൗ ഐ ഹാവ് ഗോട്ട് ദിസ്. ഇനി ഞങ്ങളുടെ ഇവിടുത്തെ ആസ്ഥാന റാം വാക്കർ ആണ് നമ്മുടെ ചേച്ചി ബിനി ചേച്ചി. ബിനി ചേച്ചി കൃഷ്ണ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നടക്കണം കേട്ടോ. തുടങ്ങി നമ്മൾ ഡാൻസ് സ്റ്റെപ്പിൽ അവസാനിപ്പിച്ചു. ഈ സംഗീതത്തിൽ തിച്ചറ നട, ഈ ചൗസറ നട, കണ്ട നട എന്ന് പറയുന്ന പോലെ ഇന്ന് വാലന്റൈൻ നട. എന്തായാലും അൻപോട് വാലന്റൈൻ എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ നല്ല അൻപുള്ള ഒരു റാം വാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം രണ്ടുപേരുടെയും മെമ്മറീസ്, ഓർമ്മകളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്തതിലും. ഇത്രയും നല്ല ഒരു ഷോ ഇതിൽ വന്ന് നമ്മളെ എല്ലാവരെയും വിളിച്ച് ഇത്രയും ഗംഭീര ആൾക്കാരെല്ലാവരുടെയും അവരുടെ എല്ലാം കാര്യങ്ങളും എല്ലാം എത്ര രസകരമായിട്ടാണ് കേട്ട് ആസ്വദിക്കാൻ പറ്റിയതിലും ഈ ഷോ ഡയറക്ടർക്കും എല്ലാ ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും താങ്ക് യു. നമ്മൾ ഇത്ര നേരം കുറച്ച് പാട്ടൊക്കെ കേട്ടിരിക്കുന്നു. ഇനി നമുക്കൊരു ഡാൻസ് ആയാലോ? വേണോ? എന്ത് നിന്റെ അല്ല, ഇവിടെ വേറെ രണ്ടുപേര് വന്നിട്ടുണ്ട്. നമ്മുടെ സുഖമോ ദേവി ഫാമിലിയിലെ രണ്ടുപേര്. ഓ, അവരുടെയാണ്. ഓക്കേ, ഐ ആം എക്സൈറ്റഡ്. ഓഹോ, ലെറ്റ്സ് വെൽക്കം വിഷ്ണു ആൻഡ് സുഷ്മിത. ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, പല്ലാക്ക് മൂക്കുത്തി കല്ലു മിനുങ്ങി, ഇനിയും വരാത്തതെന്തേ എന്തുമ്പിനി അരികിൽ വരാത്തതെന്തേ, ഇനിയും വരാത്തതെന്തേ എന്തുമ്പിനി അരികിൽ വരാത്തതെന്തേ.
കരളെ നീ വരാൻ കനവും കണ്ടു ഞാൻ കടവിൽ നിൽക്കയാണിന്നോളവും മിന്നുകെട്ടിനെന്നു വരും എന്നിനി എന്നിനി എന്നു വരും താനാണ് 30 ഏക്കർ വാങ്ങിയതെന്ന് ഞാൻ എല്ലാരോടും പറയട്ടെ. അയ്യോ, ആരോടും പറയരുത്. ഇനി എന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വരുമോ? വരില്ല. അമ്മയാണ് സത്യം, വരില്ല. ഇനി ചേച്ചിയെ നല്ലോണം പുകഴ്ത്തിയൊന്ന് പഠിക്കും. എങ്ങനെ പഞ്ചായത്തിലെ മഞ്ജു വരുത്തൊരു സുന്ദരിയോ, ഇവൾ പഞ്ചാരപ്പഴ പായസക്കപ്പിലെ മുന്തിരിയോ, കൊഞ്ചും പുന്നാര ചിരി പൊന്മണി തൂകണ പെൺമണിയോ, നെഞ്ചിൽ 5-ാം കാലത്തിൽ പാട്ടുകൾ പാടണ പൈങ്കിളിയോ, നല്ല മിടുമിടുക്കുള്ള പെണ്ണെ, കരിമീൻ പിടക്കണ കണ്ണെ, നിന്റെ മനസ്സിൽ കൊടുത്ത് കൊരുത്ത സുന്ദരൻ ഏതവനോ 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 ഇവൾ പഞ്ചാരപ്പഴ പായസക്കപ്പിലെ മുന്തിരിയോ, നെഞ്ചിൽ 5-ാം കാലത്തിൽ പാട്ടുകൾ പാടണ പൈങ്കിളിയോ. ഇനി നമ്മള് മഹാലക്ഷ്മി ടീമിലേക്ക് കടക്കാണ്. യെസ്, അടുത്ത റീൽ കപ്പിൾ. അതെ, അരുൺ ആൻഡ് നൈന. ഹലോ. അതെ, മഹാലക്ഷ്മിയില് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സീനുകളിലൂടെയാണ് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത്. ഹണിമൂണിലാണ് രണ്ടുപേരും. ഹണിമൂണൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു ഹണിമൂണൊക്കെ മൂന്നാറിൽ പോയി ആഘോഷിച്ച് തിരിച്ച് വരുന്ന വഴിയാണ് ഇവിടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനായിട്ട് വിളി വന്നത്. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഓടി വരികയാണ്. ഓടി വന്നു. അതെ, വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റു, നടന്നു തുടങ്ങി, ഹണിമൂൺ ആഘോഷിച്ചു. അല്ലേ? അതെ അതെ അതെ. പുതിയ മെമ്പർ നിങ്ങളുടെ ഇടയിൽ വരാൻ സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. ഈ പോക്കണ്ടിട്ട് തോന്നുന്നുണ്ട്. കുറച്ചു കാലം വീൽ ചെയറിലൊക്കെ ആയിരുന്നല്ലോ. അരുൺ, റിയൽ ലൈഫിൽ എങ്ങനെയാണ്? വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണോ? ഞാന് അത്യാവശ്യം റൊമാൻറ്റിക് ആയിട്ടുള്ള മാരീഡ് 16 years ആയി കല്യാണം കഴിഞ്ഞിട്ട്. 2 കുട്ടികളുണ്ട്. കുട്ടി 10-ാന്നൊന്നും പറഞ്ഞേക്കല്ലേ? ഇല്ല, 5-ാം ക്ലാസ്സില്. മൂത്താൾ 5-ാം ക്ലാസ്സില്. 6-ാം ക്ലാസ്സിലോ? രണ്ടാമത്തെ പെൺകുഞ്ഞാണ്, 1 വയസ്സ് കഴിഞ്ഞു. ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. ലവ് കം അറേഞ്ച്ഡ് എന്ന് പറയാം. ഇപ്പൊ മധുചേട്ടൻ പറഞ്ഞ മാതിരി ഞങ്ങളും ഫാമിലി റിലേറ്റഡ് ആയിരുന്നു. വൈഫിന്റെ പേര് ദിവ്യ എന്ന് തന്നെയാണ്. അതെ. അപ്പൊ അങ്ങനെ അധികം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ദിവ്യ ബോംബെയിൽ റെയിൽവേയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അതുവരെ ജോലിയും കൂലിയും ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ജോലി അന്വേഷിച്ച് അങ്ങനെ ആദ്യം IT ഫീൽഡിലായിരുന്നു. സെർവർ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. വളരെ അവിചാരിതമായിട്ട് അഭിനയ രംഗത്തേക്ക് വന്നു. ഇപ്പോ ദിവ്യ അവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ അക്കൗണ്ട്സിൽ അതെ സെക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. നയന ജീവിതത്തിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണോ? അതെ. നയനയ്ക്ക് പാർട്ട്ണർ? മാരീഡ് അല്ല, പാർട്ട്ണർ ഉണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള സമയങ്ങളിൽ ചെയ്യുന്ന സർപ്രൈസുകളൊക്കെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ബോയ് ഫ്രണ്ടിന്?
എന്തിനെത്ര നാണം? ഞാൻ ആദ്യമായിട്ടാണ് നയനെ നാണിച്ച് കാണുന്നത് സത്യം പറഞ്ഞാല്. ഞങ്ങൾ അവിടെ അഭിനയിക്കുമ്പോ ഷൂട്ട് ചെയ്യുമ്പോ ഞാൻ പറയും നയനോട് നയന പ്രണയം നയന ദേഷ്യമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നാണം മാത്രം പറയരുത്, അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മുഖത്താക്കി കൊണ്ടുവരാൻ എന്നുള്ളത്. ആദ്യമായിട്ടാണ് നാണിച്ച് കാണുന്നത്. അതെ ഇനി ടിപ്പ് കിട്ടിയില്ലേ, ഇനി പാർട്ട്ണറിനെ കുറിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ നാണിക്കുന്നതിന ഇല്ല, അത് പറയാൻ പറ്റില്ല. അല്ല അത് പറയാൻ പറ്റില്ല. എന്നാലും ആസ് എ ഗേൾ ഫ്രണ്ട് ഞാൻ ഇന്ന കാര്യത്തിൽ അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ ഏത്? അടി ഉണ്ടാക്കാൻ ഞാൻ അടി ഉണ്ടാക്കാൻ അടിപൊളിയാണ്. അല്ല, ഞാൻ ഈ പറയുന്ന പോലെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമ്മളുടെ ചില കാര്യങ്ങൾ എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കണമെന്നില്ല. അപ്പം ഇങ്ങനെയുള്ള വരുമ്പോൾ ഇത് കാര്യം പറയാതെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവരത് മനസ്സിലാക്കുന്നവരെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊരു ക്വാളിറ്റി ആണോന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു മനസ്സിലാക്കി കൊടുക്കാൻ ആ എഫേർട്ട് ഇടും, ശ്രമിച്ചോണ്ടിരിക്കും. അതെ, ആ എഫേർട്ട് ഞാൻ ഇടാറുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണോ? തിരിച്ചും ആ എഫേർട്ട് ഇടാറുണ്ടോ? മനസ്സിലാക്കി തന്നെയാണോ ഇരിക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇടക്കാലത്തുള്ള ഒരു പ്രശ്നം. അതെ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ ഏറ്റവും കൂടുതൽ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്ത ആ മഹത് വ്യക്തിനെ ഞാൻ പക്ഷേ യങ് ആണ്, വൈബ്രന്റ് ആണ്. ആരായിരിക്കും കൂട്ടത്തിൽ ഇത്ര യങ്ങും വൈബ്രന്റ് ആയിട്ടും? ആരാകും? എവിടെ എവിടെ നമ്മുടെ ഔസേപ്പച്ചൻ സാറും മറിയം ടീം. അതെ, ഔസേപ്പച്ചൻ സാർ, മറിയം ചേച്ചി, വെൽക്കം. നമ്മുടെ മ്യൂസിക് ലൈഫിന്റെ ഷൂട്ടിന് എല്ലാ ദിവസവും മറിയാൻറ്റി ഉണ്ടാവും. പക്ഷെ ഇതുവരെയായിട്ടും ആന്റിനെ നമുക്ക് സംസാരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു ക്ഷീണം നമുക്ക് ഇന്നത്തെ ഈ ഗെയിമോട് കൂടി തീർക്കണം. എന്ത് പറയുന്നു സാറേ? നോക്കാം, ശ്രമിക്കാം. ഓക്കെ, റെഡ് ഔസേപ്പച്ചൻ സാറ്, വൈറ്റ് മറിയാൻറ്റി. ആദ്യത്തെ ചോദ്യം, പിണക്കം മാറ്റാൻ ആദ്യം എഫേർട്ട് എടുക്കുന്നത് ആര്? അതെ, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. മറിയാൻറ്റിയാണ്. അതെന്താ ഔസേപ്പച്ചൻ സാർ? ഞാൻ എഫർട്ട് എടുക്കാത്തതല്ല, കഴിയാവുന്നതും പിണക്കം ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഞാൻ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയാണോ? അതങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അടുത്ത ചോദ്യം, ഇത് സാറിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാട്ടോ. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അത് ഞാൻ പ്രതീക്ഷിച്ചു. എത്ര വഴക്കിട്ടിട്ട് മിണ്ടാൻ ചെന്നില്ലെങ്കിലും അങ്ങനെയാ അത്. ഞാൻ അതൊക്കെ പിന്നെ എല്ലാം മറക്കും ഞാൻ. അതെന്താന്നറിയോ? ആ റൊമാൻറ്റിക് എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി സത്യത്തില് എന്നേക്കാൾ റൊമാൻറ്റിക് ആയിരിക്കാം, പക്ഷെ അതങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കില്ല. പക്ഷെ ഞാൻ പ്രകടിപ്പിക്കും. ഉള്ളുകൊണ്ട് അവളായിരിക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഫോണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആര്? കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് രണ്ടുപേരുണ്ട്. അതെന്താ സംഭവം എന്നറിയോ? ഞാൻ അത്യാവശ്യ കാര്യങ്ങൾക്കാണ് ഞാൻ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് സമയം. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ വളവളാന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് കാലത്തോട്ട് വൈകുന്നേരം വരെ. മറിയാൻറ്റി ഉള്ളതാണോ ഇത്? മറിയാൻറ്റി ഉള്ളതാണ്. രണ്ടാളും നോക്കൂ, അങ്ങനെ എല്ലാം സംഭവിച്ചിരുന്നില്ല. രാത്രി വരെ ഫോണിലാണ്. രാത്രി വരെ ഫോണിലാന്ന്. അതെ, പണിയെടുക്കണ്ടേ? ഫോണിലൂടെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ ഇത് ആവശ്യമില്ലാത്ത ഫോൺ വിളികളാണ്. അതെ. ഇനി നമ്മളിവിടെ എപ്പോഴും സാറിനെ വിളിക്കാറുള്ള ചുഞ്ചുരു മണി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ പൂക്കി ആരാണെന്ന് അറിയണം. ആരാണ് പൂക്കി കൂട്ടത്തിൽ? പൂക്കി ക്യൂട്ട് എന്നൊക്കെ പറയില്ലേ? ക്യൂട്ട്, നല്ല നമ്മുടെ പൂക്കിയുടെ അർത്ഥം ഏറ്റവും കൂടുതൽ കൊഞ്ചിപ്പിക്കുന്ന, അല്ലെ ഉള്ളിൽ കുട്ടിത്തമുള്ള ഒരാള് ആരായിരിക്കും? സാറ് തന്നെ വീട്ടിലെ പൂക്കി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ളത് ആർക്കാണ്? കൂടുതലായിട്ട് സ്റ്റൈലായിട്ട് ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ കുറച്ച് ഫാഷനബിൾ ആയിട്ട് നടക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആരാണ്? ആലോചനയിലാണ്. നല്ല ആലോചനയാണല്ലോ. ഞാൻ ഇതെന്നെ ഞാൻ ഫാഷനായിട്ട് വളരെ നല്ല ഷർട്ടും പാൻറ്റൊക്കെ ധരിക്കണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന അവളാണ്. പക്ഷെ ഇടുന്നത് 45 വർഷമായി സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അതിന്റെ കാണാനുണ്ട് സാർ.
5-ൽ 5 പൊരുത്തം. നല്ലൊരു കൈയടി. ഒരെണ്ണം തെറ്റി. ഒരെണ്ണം തെറ്റിയോ? ഒരെണ്ണം ഫോണിൽ നോക്കുന്നത്. എന്നാ 5-ൽ 4 പൊരുത്തം. അത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ കാണുന്നത് 80 അവസാനം, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് കല്യാണം 81 കഴിഞ്ഞു. എനിക്ക് 17 വയസ്സ്. അന്ന് ഇവൾക്ക് 15 വയസ്സായിരിക്കണല്ലോ. ഞാൻ ഇവളെ കണ്ടിട്ടില്ല. ഞാൻ പറപ്പൂർ എന്ന് പറഞ്ഞ ഇവളുടെ സ്വദേശത്ത് അവിടുത്തെ ചരല് വിരിച്ച മുറ്റത്ത് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഇവള് വരാൻ കാരണം എന്നെ കാണാൻ വന്നതല്ല. ഇവളുടെ ആങ്ങള ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. കാട്ടിലെ പാഴ്മുളൊക്കെ പാടുന്നു, അത്യാവശ്യം പാട്ട് പാടും. അപ്പൊ അത് കാണാൻ വന്ന കൂട്ടത്തില് ഞാനൊരു ഹിന്ദി പാട്ടൊക്കെ പാടി വയലിനൊക്കെ വായിച്ചു ഷൈൻ ചെയ്തു. അന്ന് ഇവള് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ കൊള്ളാലോ. അത് കല്യാണം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ എനിക്കത് ഇൻസിഡന്റ് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ഇവളെ കണ്ടിട്ടില്ല. ഞാൻ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതാണ് ഈ പക്ഷി എന്ന് അറിയാതെ കണ്ട് പെണ്ണ് കാണുന്ന സമയത്തും ഞാൻ ഇവളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ എന്നെ നോക്കിയിട്ട് വെറുതെ ചുമരും, പണ്ടത്തേതാണ്, ചുമരും ചാരി നിന്നിട്ട് ഇങ്ങനെ വെറുതെ ഒരു ഒറ്റ സ്മൈലിംഗ് ആണ്, ഒരൊറ്റ ചിരി. ഫസ്റ്റ് ചിരിയിൽ ഞാൻ പറഞ്ഞല്ലേ ഒരു രാജവല്ലി എന്ന് പറയുന്ന പോലെ എനിക്ക് എന്റെ മനസ്സിലുണ്ടായി. മറിയന്റിക്ക് നാണം വരുന്നുണ്ടോ? ഇല്ല, ആന്റി ആ പഴയ കഥകളൊക്കെ ഒന്ന് ആലോചിച്ചോണ്ടിരിക്കുക അല്ലേ? ഈ നിമിഷം മനോഹരമാക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഇരട്ടി മധുരത്തിന് വേണ്ടിട്ട് നമ്മൾ ഒരു സംഭവം കൂടെ ചെയ്യാൻ പോകണം. ഒരു ചെറിയ കാര്യം. എന്താണിത്? കുറച്ച് റൊമാൻറ്റിക് ആവാൻ നമുക്ക്. എന്താ പറയുന്നത്? റൊമാൻറ്റിക് ആവാൻ റെഡിയാണോ മറിയന്റി? വേറൊന്നും ഞാൻ ചെയ്യില്ല. 2 റോസ്. അതെ, ഇത് ഇത്രേ ഉള്ളൂ ആന്റി. ടെൻഷൻ വേണ്ട. ഉമ്മയൊന്നും വെപ്പിക്കരുത് കേട്ടോ. അതൊന്നും ചെയ്യരുത്. എന്തിനും മടിയില്ലാത്ത ആളാണ് ഔസേപ്പേട്ടെന്നാണ് പറയുന്നത്. ഞാൻ റെഡിയാണ്. എനിക്ക് ആഗ്രഹമുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പ്രായമായ കാരനാണ് എനിക്ക് ആഗ്രഹം. ഒരു ഉമ്മയല്ലേ മറിയാണ്ടി? ഔസേപ്പച്ചന്റെ ആഗ്രഹമല്ലേ? എന്നാ ഒരു റോസപ്പൂ തരാം. റോസപ്പൂ കൊടുക്കുന്നു, ഒരു ഉമ്മ കൊടുക്കുന്നു. മൂട് മാറുന്നതിന് ജീവിതത്തില് ഞാൻ ഒരുപാട് സുന്ദരിമാരെ കണ്ടിട്ടുണ്ട്. അതെ. ഈ സുന്ദരിമാരെയൊക്കെ കാണുന്ന നേരത്ത് നല്ല കുട്ടിയെന്ന് തോന്നിയാലും എൻ്റെ മനസ്സിൽ നിന്ന് 1% പോലും അതെന്തോ ഇവളെന്തോ ഒരു സൂത്രം ചെയ്തിട്ടുണ്ടെന്നുകൊണ്ട്, എന്തോ മന്ത്രം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവളെ മനസ്സിൽ നിന്ന് പോവാറില്ല ഏത് സാഹചര്യത്തിലും. അപ്പോൾ അങ്ങനെ ഞാൻ അത്രയ്ക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മറിയ, ഞാൻ ഇവിടെ മറിയ മൈ ഡാർലിംഗ് എന്നൊക്കെയാ പറയാ. അപ്പൊ ആ മറിയ മൈ ഡാർലിംഗ് ഞാൻ സ്പിരിറ്റിന് വലിയൊരു കൈയടി. താങ്ക് യു. നമുക്കേ എന്തായാലും ഉമ്മ വെച്ചല്ലേ, നമുക്ക് 2 ഗിഫ്റ്റും കൂടെ അങ്ങോട്ട് കൈമാറിയാലോ? തീർച്ചയായിട്ടും. ആക്ച്വലി ഇവർക്ക് 2 പേർക്കും ഇങ്ങനെ ഇവിടെ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയില്ല. 2 പേരും പരസ്പരം അറിയാതെയാണ് ഗിഫ്റ്റ് വാങ്ങിച്ചത്. അപ്പൊ ഇപ്പൊ ഇതൊരു സർപ്രൈസ് ആയി ഉണ്ടാവും. മറിയാണ്ടിക്ക് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന മറിയാണ്ടിക്ക് അറിയില്ല, ഔസേപ്പച്ചൻ സാറിന് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന ഔസേപ്പച്ചൻ സാറിനും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സർപ്രൈസ് ഇവിടെ പൊളിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് ആ ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം. ഈ ഗിഫ്റ്റ് സാർ വാങ്ങിച്ചതല്ലേ? ഇത് ഞാൻ വാങ്ങിച്ചത്. ആന്റിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ? അതെ. എന്റെ എല്ലാമായ മറിയയ്ക്ക് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. കല്യാണം കഴിച്ച ഉടനെ ഒരു ഹണിമൂൺ ട്രിപ്പ് ഉണ്ടായിരുന്നു, അന്നത്തെ ഫോട്ടോ ആണ്. ഓക്കെ, ഇനി ഒരു നല്ല കനമുള്ള ഗിഫ്റ്റും കൂടി ഉണ്ട്. ഇത് ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചതിന്റെ കാരണം പറയാം. എൻ്റെ വൈഫ് മറിയ ഒരു ദിവസം കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ അടുക്കളയിൽ കയറിയാൽ പിന്നെ രാത്രി കിടന്നുറങ്ങണ സമയം 12 മണിക്കാണ് ഞാൻ കാണാറുള്ളൂ. അതുവരയ്ക്കും അടുക്കളയിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും. ആ അടുക്കള വിട്ടുവരില്ല. അത്രയും അടുക്കള പ്രിയമുള്ള ആളാണ്. അപ്പൊ അവൾക്ക് എനിക്ക് തോന്നി അവിടെ കാണാത്തൊരു സാധനം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇഷ്ടായോ? നല്ല ഭംഗിയുള്ള സാധനം. നല്ല ഭംഗിയുള്ള പായസമൊക്കെ വെക്കുന്നുണ്ട് അകത്ത്. ഭംഗിക്ക് വെക്കും. ഓക്കെ, ഇനി ആന്റി സാറിന് വാങ്ങിച്ച ഗിഫ്റ്റ് അറിയാനുള്ള സമയമാണ്. പ്രതിഷേധം എന്താണെന്ന് അറിയാം.
രണ്ടുപേര് സെയിം ഫോട്ടോ. അയ്യോ അത് അടിപൊളി കേട്ടോ. ഓ ഇതാണ് മനപ്പൊരുത്തം. നല്ലൊരു ഇതാണ് മനപ്പൊരുത്തം. പില്ലോയിലും അതേ ഫോട്ടോ ആണ്. അതുപോലെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്, ചേട്ടന് സ്നേഹപൂർവം മറിയ. സാർ ഹാപ്പി ആയോ? ഭയങ്കര ഹാപ്പി. ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയി. അയ്യോ നമുക്ക് ഒരുപാട് സന്തോഷായി. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മറിയ. താങ്ക് യു. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണെന്റെ മാനസം. അന്നിന്നിൽ പൂവണിഞ്ഞ മൃദുസല്ലാപമല്ലോ നിൻ സ്വരം. എന്നിട്ടും നീ എന്നോടിന്നും മിണ്ടാത്തതെന്താണ്? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. എതിരേൽക്കുമല്ലോ പൗർണമി പെൺകൊടി. പാടി വരവേൽക്കുമല്ലോ ആതിരാപ്പുള്ളുകൾ. നിന്റെ അനുവാദമറിയാൻ എൻ മനം കാതോർത്തിരിപ്പൂ. വരില്ലേ നീ വരില്ലേ കാവ്യപൂജാബിംബമേ? നിലാവായി നീലരാവിൽ നിൽപ്പൂ മോഹം ഞാൻ. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. മൂടുപടമെന്തിനാവോ മൂകാനുരാഗമേ? പാതി മറയുന്നതെന്തേ അന്യയെ പോലെ നീ? എന്റെ പദയാത്രയിൽ ഞാൻ തേടി നിൻ രാജാങ്കണങ്ങൾ. എന്റെ പ്രിയ ഗാനധാരയിൽ നിന്നിലെ ശ്രുതി ചേർന്നിരുന്നു. വസന്തം പൂത്തൊരുങ്ങിയല്ലോ വരൂ പ്രിയേ. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. പണ്ടത്തെ പാട്ടുറങ്ങുമൊരു മൺവീണയാണെന്റെ മാനസം. അന്നിന്നിൽ പൂവണിഞ്ഞ മൃദുസല്ലാപമല്ലോ നിൻ സ്വരം. എന്നിട്ടും നീ എന്നോടിന്നും മിണ്ടാത്തതെന്താണ്?
പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. എനിക്കിവരെ രണ്ടുപേരും കാണുമ്പോഴേ എന്താ ഓർമ്മ വന്നേന്നറിയോ? ഇത് 3 പേരുണ്ട് പടത്തില്. അതെ. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ജൂഹി ചവളേനെയും ഒരു മമ്മൂട്ടിനെ എനിക്ക് കാണാൻ പറ്റും. ലാലേട്ടനെ മിസ് ചെയ്തത്. ലാലേട്ടനായിട്ട് സാറ് അവിടെ ഇരിക്കണ്ടല്ലോ. നീയാണ് ലാല്.